കഴിഞ്ഞ് മടങ്ങവേ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. അവിടെ എത്തുമ്പോൾ മാത്രമാണ് വീട്ടുടമസ്ഥയുടെ 2.5 പവൻ മാല മോഷ്ടിച്ച കുറ്റം തന്റെ പേരിൽ ചാർത്തപ്പെട്ട കാര്യം ബിന്ദു അറിയുന്നത്. അപ്പോൾ സമയം ഏപ്രിൽ 23 വൈകിട്ട് 4 മണി. താൻ കള്ളിയല്ലെന്ന് വീട്ടുടമസ്ഥയുടെയും പോലീസുകാരുടെയും കാല് പിടിച്ചു പറഞ്ഞു ബിന്ദു. ടോപ്പൊക്കെ മാറ്റിയിട്ട് എന്നെ പരിശോധിച്ചു. ഞാൻ എല്ലാം തെറി വിളിച്ചല്ല, SI ആണ് വിളിച്ചത്, SI പ്രസാദ്. ഞാൻ കൂടി കേട്ടിട്ടില്ല, അങ്ങനത്തെ ചീത്തകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. നിന്നെ കൊണ്ടുപോകും, നിന്റെ മക്കളെയും കൊടുക്കുമെന്ന് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന സാറ് ഈ പോലീസുകാരൻ പറഞ്ഞു. പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വെള്ളം ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: ബാത്റൂമിൽ പോയി കുടിക്കാനാണ് എന്നോട് പറഞ്ഞത്. രാത്രി മുഴുവൻ മാലക്കള്ളി എന്ന വിളിയും കേട്ട് സ്റ്റേഷനിൽ ഒരു 11 എന്റെ ചേട്ടനെ കാപ്പി വാങ്ങിച്ചു കൊണ്ടുവന്നു. കാപ്പി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടും ഈ പോലീസുമാർ എന്നെ കഴിക്കാനോ ഒന്നിനും എന്നെ സമ്മതിച്ചില്ല. രാവിലെ മാല കിട്ടിയെന്ന് വീട്ടുടമസ്ഥയെ അറിയിച്ചതോടെ ബിന്ദുവിനെ വിട്ടയക്കാൻ തീരുമാനിച്ചു. എന്നാൽ മാല കിട്ടിയ കാര്യം മറച്ചുവെച്ച് കവടിയാറിലോ പരിസരത്തോ കണ്ടുപോകരുതെന്നായിരുന്നു SIയുടെ ഭീഷണി.